ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന ഒരു ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. 32 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടേതാണിത്. അപ്പോൾ അതിനായിട്ട് ഷോൾഡർ വിഡ്ത്ത് 6.5, ഷോൾഡർ ലെങ്ത്ത് 6.5, ചെസ്റ്റ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 10.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 14.5. 14.5. വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 7.5 പ്ലസ് 1 ഇഞ്ച് ടക്ക് ഇട്ട് കൊടുക്കാനും 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനുമാണ് എടുത്തിരിക്കുന്നത്. കൈക്കുഴി ഷേപ്പ് ചെയ്യുന്നത് 1/2 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഷോൾഡർ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് വരുന്നത് 3.25 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 9 ഇവിടെ ബാക്ക് നെക്ക് ആയതുകൊണ്ട് 9 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. വി നെക്കിലാണ് ചെയ്യുന്നത്. വി പോലെ വരച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വി പോലെ വരച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. കൈക്കുഴീൻ്റെ ആ ഭാഗം കൂടി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്ക് പാർട്ട് കഴിഞ്ഞു. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്യാം, ബാക്കി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ്. ഒരു 1/4 ഇഞ്ച് വിട്ട് വേണം ഈ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാനായിട്ട്. 1/4 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ ഹുക്ക് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് വിട്ട് കൊടുക്കാം. അതേപോലെ ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 1 ഇഞ്ച് വിട്ടിട്ട് വേണം അടയാളപ്പെടുത്താനായിട്ട്. ബാക്ക് പാർട്ടിനെക്കാട്ടിലും 1 ഇഞ്ച് അധികം വേണം എടുക്കാൻ. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. ഇതും വി നെക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. വി പോലെ വരച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യുന്നത് കൈക്കുഴീൻ്റെ ആ ഭാഗം, അത് ഫസ്റ്റ് മുതലേ വരച്ചില്ലേ, ബാക്ക് പാർട്ടിന് വരച്ചില്ല, അതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ക്രോസ് കട്ട് ചെയ്യാനുള്ളതല്ലേ, കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്രോസ് കട്ടിങ്ങിനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് 10 ഇഞ്ച് എടുക്കാം. ഹുക്കിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് എടുക്കാം. താഴെ ഭാഗത്തും 4 ഇഞ്ച് എടുത്തിട്ട് അതിനെ ആ ഡോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി അളന്ന് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഈ 4 ഇഞ്ചിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചും അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചും കൂടി എടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് നീളമൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാം. ക്രോസ് കട്ടിങ്ങിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടും പാർട്ടും കഴിഞ്ഞിനി നമ്മൾ നല്ല തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. നല്ല തുണിയിൽ ആദ്യം ബാക്ക് പാർട്ട് വെച്ച് കൊടുത്ത് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. തെന്നിപ്പോകുന്ന തുണിയാണെങ്കിൽ നമ്മൾ പിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. നെക്ക് കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ട് പാർട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ക്രോസ് കട്ടിംഗ് ആണ് കുറച്ച് പാടായിട്ട് ഉള്ളത്. കട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് പാടാണത്. നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്.
ഇനിയുള്ളത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് വിഡ്ത്ത് ഒരു 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.